പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ മീൻസ് മനുഷ്യർ തന്നെയാണ്. ക്യാമറ വച്ചതിന് ശേഷം വളരെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് വളരെ അഭിമാനത്തോടെയും പറയാം, നമുക്ക് ഡെത്ത് റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ ചുരുക്കമേ ഉള്ളൂ നിയമം അറിയാത്തവർ കേട്ടോ. പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടാൽ നിർബന്ധമായിട്ടും നമ്മൾ ഒന്ന് സ്ലോ ചെയ്യുക. ഏറ്റവും കൂടുതൽ അപകടത്തിന് ഇരയാവുന്നത് ഡെത്തിലോട്ട് പോകുന്നതും ഇതുമെല്ലാം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 17-നും ഒരു 28-29 വയസ്സിനും ഇടയ്ക്കുള്ള യങ്സ്റ്റേഴ്സാണ്. ലൈസൻസ് ഇല്ലാതെ ആർക്കും വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല, അനുവാദമില്ല. നമ്മളെ വിദേശങ്ങളിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, എല്ലാം ഫോളോ ചെയ്യും, പക്ഷെ നല്ല കാര്യങ്ങളൊന്നും എടുക്കില്ല. വണ്ടിയുമായി പല ആവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്ന വ്യക്തികൾ തിരിച്ച് അതേപോലെ അപകടങ്ങളൊന്നും ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടി വരും. കാര്യം അത്രത്തോളം വാഹനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ വാഹന അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ വണ്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുന്നവർ, കാൽനടയായി പുറത്തേക്ക് ഇറങ്ങുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. With me, Brinda Sanil, Joint RTO ചിറ്റൂർ. വെൽക്കം മാം. നമസ്തേ. ഒരുപാട് അപകടങ്ങൾ നമ്മൾ ദിനംപ്രതി നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ് ഈ റോഡ് അപകടങ്ങൾക്ക് കാരണം? ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. ജനങ്ങൾ പറയാറുണ്ട് റോഡ് ശരിയാക്കൂ എന്ന് പറയാറുണ്ട്. പോലീസും അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള RTO ഓഫീസർമാരൊക്കെ പറയാറുണ്ട് അമിത വേഗതയാണ്, അശ്രദ്ധയാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ ഇത്രയധികം റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ കാരണം എന്താണ്? ആരാണ് അതിന് ഉത്തരവാദി? പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ മീൻസ് മനുഷ്യർ തന്നെയാണ്. അത് ഡ്രൈവറാകാം, റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാരാവാം, അല്ലെങ്കിൽ ഒരു സൈക്ലിസ്റ്റ് ആവാം, ആരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിലൊരു ഹ്യൂമൻ ഫാക്ടറാണ് അതിൻ്റെ പ്രധാന കാരണം ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ഇതിനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. ഇപ്പം പറഞ്ഞതുപോലെ റോഡിൻ്റെ പ്രശ്നമുണ്ട്. റോഡിൻ്റെ പ്രശ്നം ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാം. പക്ഷെ അവിടെയും നമ്മൾ കെയർഫുള്ളാണെങ്കിൽ, നമ്മളുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അപകടങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി നില്ലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇപ്പോൾ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡ് നമുക്കതുവഴി പോകേണ്ടി വരുന്നു. നമ്മൾ എത്രയായാലും ശ്രദ്ധയോടുകൂടിയല്ലേ പോകുള്ളൂ. തീർച്ചയായിട്ടും. അതേസമയം ഒരു നല്ല റോഡും നല്ല ഫ്രഷ് ആയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു റോഡ്, ഒന്നുമില്ലാത്ത ഒരു റോഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു റോഡാണ്. അവിടെ ആണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നല്ല സ്പീഡിൽ പോവുക എന്നുള്ള കാര്യം. സ്പീഡ് ഇപ്പം പറഞ്ഞ ഒരു ആൾക്കാർ പറയുന്നതിൽ ഏറ്റവും ആൾക്കാർ മീൻസ് നമ്മുടെ ഓഫീസേഴ്സ്, പോലീസ് ആണെങ്കിലും MVD ആണെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിലും പറയുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അമിത വേഗത തന്നെയാണ് ഇതിൻ്റെ പ്രൈം റീസണായിട്ട് വരുന്നത്. അതായത് വേഗത എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഉപയോഗിക്കാൻ, നമുക്കെല്ലാവർക്കും വേഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ തന്നെ. എപ്പോഴും ഫാസ്റ്റ് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് മൂവിങ് കാലമാണ്. പക്ഷെ റോഡിലാവുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് സ്ലോ മൂവിങ് വെഹിക്കിൾസ് ഉണ്ട്, സൈക്ലിസ്റ്റുകളുണ്ട്, പെഡസ്ട്രിയൻസ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പട്ടികളുണ്ടാവും, പൂച്ചകളുണ്ടാവും, മറ്റു മൃഗങ്ങളുണ്ടാവും. ഇതെല്ലാം ദ വെരി സെയിം റോഡിൽ കൂടെ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ സ്ഥലത്തിനായിട്ട് സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്ത് ആ സ്പീഡ് പറയുന്ന കാര്യങ്ങൾ നിയമം പാലിച്ച്, സ്പീഡിൻ്റെ കാര്യമല്ല, ഇതിൽ എന്തൊക്കെ പറയുന്നു ആ നിയമങ്ങളെല്ലാം പാലിച്ച് ശ്രദ്ധാപൂർവം പോയാൽ മാത്രമേ, അതായത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ കാരണം ഒരു അപകടം വരില്ല എന്ന് ഉറപ്പിച്ച് പോയാൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പോലീസ് പിടിക്കുമെന്നോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിക്കുമെന്നോ എന്ന് വിചാരിച്ചിട്ട് നിയമം അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ ഒരു നല്ല ഡ്രൈവറായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു റോഡ് യൂസർ ആയിരിക്കും, എൻ്റെ കാരണം കൊണ്ട് ഒരു അപകടത്തിന് ഞാൻ സാധ്യത ഉണ്ടാക്കില്ല എന്നൊരു സെൽഫായിട്ട് നമ്മൾ തന്നെ ഉറപ്പിക്കണം, അവരവർ ഉറപ്പിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ RTO ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ അവിടേക്കാണ് ആൾക്കാർ നിയമം പാലിക്കണം. അതിനുവേണ്ടി ഫോർ ദ സേക്ക് ഓഫ് ഇങ്ങനെ വച്ചിരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ ഒരു സെൽഫായിട്ടുള്ള ഒരു ബോധം ആൾക്കാർക്ക് ഇനിയും വന്നിട്ടില്ല. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ നിലവിലെ സ്ഥിതി എന്താണ്? അപകടങ്ങൾ ഇപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, അതിനുശേഷം കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടുതലാണോ?
മരണനിരക്ക് എങ്ങനെയൊക്കെയാണ്? AI ക്യാമറ വച്ചതിന് ശേഷം വളരെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് വളരെ അഭിമാനത്തോടെയും പറയാം, നമുക്ക് ഡെത്ത് റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2022 അറൗണ്ട് 4200 വന്നിരുന്നത് ഇപ്പോൾ 3800 ആ ലെവലിലോട്ട് സ്റ്റേറ്റിൽ. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട്സിലും എല്ലാം അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആക്സിഡൻറ്റ് ഡെത്ത് റേറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ AI ക്യാമറയുടെ കാരണം കൊണ്ട് തന്നെയാണ്. കാര്യം AI ക്യാമറ വന്നപ്പോൾ ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിതരായി എന്നുള്ളതാണ്. ഫൈന് മറ്റേ നമ്മുടെ ഉദ്യോഗസ്ഥർ വഴിയിൽ നിന്ന് ചെക്ക് ചെയ്ത് പിടിക്കുന്ന ഭാഗത്ത് അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്, അതായത് ഇത്രയും ഉദ്യോഗസ്ഥരുടെ ഓൺ റോഡ് പെർഫോമൻസ് നമുക്ക് അത്രയ്ക്കുള്ള ഉദ്യോഗസ്ഥരില്ല മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ AI ക്യാമറ വഴിയിൽ കൃത്യമായിട്ട് വിത്ത് സോളിഡ് പ്രൂഫ് സാധനങ്ങൾ കയറി തുടങ്ങി, മൾട്ടിപ്പിൾ രീതിയിലുള്ള ഒഫൻസ് വന്നു, ഹെവി ഫൈനായി തുടങ്ങി. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വേറെ ഓപ്ഷനില്ല, അവർക്ക് ധരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതായി. പിന്നെ അവിടെയും മാനിപ്പുലേഷൻ വരുന്നുണ്ട്. ക്യാമറ ഉള്ള സ്ഥലങ്ങൾ അറിയാം, അവിടെ എത്തുമ്പോൾ മാത്രം ക്യാമറ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഊരി മാറ്റുക, ഈ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ചെയ്യുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് അവർ നിയമത്തെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ അല്ല മണ്ടന്മാരാക്കുന്നത്, അവരവർ തന്നെയാണ് മണ്ടന്മാരാകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെത്ത് നടക്കുന്ന ഒരു വാഹനമാണ് 2-വീലർ എന്ന് പറയുന്നത്. ബിക്കോസ് അത് ഓൾറെഡി ഒരു അൺസ്റ്റേബിൾ വണ്ടിയാണ്. തന്നെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു 2-വീലറിനും ഇല്ല. ഇപ്പം ചില വണ്ടികൾ സെൽഫ് സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ചില വണ്ടികൾ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടു. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇവിടെ മോസ്റ്റ് ഓഫ് ദി വെഹിക്കിൾസ് ആർ അൺസ്റ്റേബിൾ. 2-വീലേഴ്സ് അൺസ്റ്റേബിൾ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വണ്ടി കൂടിപ്പോയ ഒരു 110 അല്ലെങ്കിൽ 130 കിലോ വെയിറ്റ് വരുന്ന ഒരു വണ്ടി, 200 കിലോ വെച്ചോളും പോകുന്ന വണ്ടിയാണെങ്കിൽ പോലും ഒരു നല്ല വേഗതയിൽ ഒരു ഹെവി വെഹിക്കിൾ ഇതിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തട്ടുക പോലും വേണ്ട, കാറ്റടിച്ചാൽ മതി, ഈവൻ തലകുത്തനെ പോകും. അപ്പോൾ അത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ നമുക്കൊരു എക്സ്ട്രാ സേഫ്റ്റി സാധനമാണ് ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ തല പോയി ഇടിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസിലല്ല, ഹാർഡ് സർഫസിലാണ് പോയി ഇടിക്കുന്നത്. നമ്മളുടെ സ്കള്ള് തന്നെയും ഹാർഡാണ്. 2 ഹാർഡ് 1 പോയിന്റിലാണ് ഹിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒന്നുകിൽ ഇന്റേണൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ, സ്കൾ ഫ്രാക്ചർ, ഇതെന്തെങ്കിലും വന്ന് ബുദ്ധിമുട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈൻ തുടങ്ങുന്ന ഭാഗത്തുള്ള ഇടിയോ വല്ലോ ആണെങ്കിലാണ് അവർ കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് 2-വീലറിൽ തന്നെയാണ്. അപ്പോൾ മണ്ടന്മാർ അവർ സ്വയം ആവുകയാണ്. നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻ അല്ല, സൂപ്പർ ഹീറോസ് അല്ല. ഒരു ചെറിയ കൊച്ചങ്ങ വീണാൽ പോലും നമ്മളുടെ തലയ്ക്ക് പണി കിട്ടുന്നതാണ്. അപ്പം അത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ വെറും മനുഷ്യരാണ്. ഒരു ചെറിയ ചതവോ മുറിവോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എല്ലായിടത്തും ബൈക്കാണ് കൂടുതലുള്ളത്. ബൈക്ക് ആക്സിഡൻറ്റ് വന്നാൽ പോലും തിരിച്ച് ആൾക്കാരെ കാണുന്ന ചെറിയ മുറിവോ സ്ക്രാച്ചസോ ഇങ്ങനെ ഉള്ളൂ, അല്ലാതെ ഹെവി ഒരു ഒരു പൊട്ടൽ അങ്ങനെയുള്ള കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല എൻ്റെ കൊച്ചുനാളിൽ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 2 ബൈക്കുകൾ കൂട്ടിയിടുന്നു, ഓൺ ദ സ്പോട്ട് ഡെത്താണ് പറയുന്നത്. അത്രയും സ്പീഡ്. അവിടെയാണ് സ്പീഡ്. നമ്മൾ അമിത വേഗതയാണ് ഇതിൻ്റെ വലിയൊരു വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽമെറ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. ഹെൽമെറ്റ് എന്നല്ല, സീറ്റ് ബെൽറ്റ്, വാട്ടെവർ നിയമത്തിൽ എന്തൊക്കെ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറയുന്നോ അത് നമുക്ക് വേണ്ടി തന്നെയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ അതുകൊണ്ട് കൂടുതൽ ഫൈൻ അടിപ്പിച്ച്, പലരും പറയാറുണ്ട് ജനങ്ങളെ പിഴിയാനാണ് അല്ലെങ്കിൽ ഫൈൻ അടിപ്പിച്ച് ഇതാക്കാൻ. നിങ്ങൾ കുറ്റം ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഫൈൻ അടിക്കുന്നേ? കുറ്റം വരുമ്പോഴല്ലേ ഫൈൻ ആകുന്നത്. എന്തിനാണ് ഫൈൻ അടിപ്പിക്കുന്നത്? നിങ്ങൾ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മേലിലെങ്കിലും ചെയ്യരുതെന്ന് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നത്. അതിനുള്ള സാധ്യത നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ പോരെ? നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ മതി. തീർച്ചയായിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം, ഞാൻ വീണ്ടും പറയുകയാണ്, ആക്സിഡൻസ് നമുക്ക് 99% നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. പ്രൊവൈഡഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമം അനുസരിക്കുന്നവരും ഇൻഫ്രാസ്ട്രക്ചറൽ, ഓഫ് കോഴ്സ് ദെയർ ആർ ഇൻഫ്രാസ്ട്രക്ചറൽ
കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് അതിനെ കോപ്പി ചെയ്ത് നമുക്കത് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ മാനേജ് ചെയ്ത് പോയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞല്ലോ, ഒരു കൂട്ടം മനുഷ്യർ അനുസരിക്കാൻ കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരു കൂട്ടം മനുഷ്യർ ഇത് അനുസരിക്കില്ല, ഇത് എങ്ങനെ ലംഘിക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്നവരായിരിക്കും. എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. നിയമലംഘനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ട് എടുത്താൽ തന്നെ ഒരു നമ്പർ ഓഫ് നിയമലംഘനങ്ങളുണ്ട്. അതായത് ഒരു വണ്ടി ഇപ്പോൾ പരിശോധിച്ചാൽ തന്നെ ചെറിയ അതിൻ്റെ ബേസ് ലെവൽ ഇഷ്യൂസ് ഉണ്ട്, വണ്ടിയുടെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹെഡ്ലൈറ്റ് നേരാവണ്ണം ബ്രൈറ്റ് അല്ല, മീൻ റോഡ് കാണാത്തക്ക വണ്ണം ഇതല്ല, ഇതിന് പറഞ്ഞിട്ടില്ലാത്ത ഹോൺ വെച്ചിരിക്കുന്നു, ഓരോ വണ്ടിക്കും ഇത്ര ഡെസിബിൾ, എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു, സൈലൻസർ മാറ്റി വെക്കുന്നു, ഓൾട്രേഷൻ ചെയ്യുന്നു. ഇപ്പം കണ്ടിട്ടില്ലേ ചില കാറിലൊക്കെ സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന കാറുകൾ കണ്ടിട്ടില്ലേ, തീ തുപ്പുന്ന കാറുകൾ, തീ തുപ്പുന്ന ബൈക്കുകൾ. അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമലംഘനങ്ങൾ, നിയമത്തിൽ പറയുന്ന കുറേ നിയമലംഘനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പെടുമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, വണ്ടിയിൽ വരുന്ന ഈ ഓൾട്രേഷൻസ്, വണ്ടിക്ക് അനുവദിച്ചിട്ടില്ലാത്ത ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ലൈറ്റ് മാറ്റങ്ങൾ, ഹോൺ മാറ്റങ്ങൾ, വയ്ക്കേണ്ട മിറേഴ്സ് എടുത്ത് മാറ്റുന്നത്. ടു വീലറിൻ്റെ ആണ് ഏറ്റവും പ്രധാനമായിട്ട്. പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2 മിറേഴ്സും അങ്ങ് ഉരുക്കളയുക. മിറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ഐ ആണ്, ഒരു ഡ്രൈവറുടെ തേർഡ് ഐ ആണ് മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന എല്ലാം വരുന്നുണ്ട്. സ്പീഡിങ്, ഡേഞ്ചറസ് ഡ്രൈവിങ്, ഡ്രങ്കൺ ഡ്രൈവിങ്, പിന്നെ മൊബൈൽ ഡ്രൈവിങ്, ഇങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ഡ്രൈവേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇപ്പം ബസ്സുകളാണെങ്കിൽ ബസ്സിൻ്റെ ഡ്രൈവേഴ്സ് പാലിക്കേണ്ട കാര്യങ്ങൾ, കണ്ടക്ടേഴ്സ് പാലിക്കേണ്ട, ഓരോ വണ്ടിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ, ലോഡിങ്, ഗുഡ്സ് വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ കയറ്റേണ്ട ഭാരത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് നിയമലംഘനങ്ങൾ. ഇതെല്ലാം നിരന്തരം കാണുന്നുണ്ട്. ഓക്കെ. ഈ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു 90% ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് എന്തിനാണ് ഈ സീബ്ര ക്രോസിംഗ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? ശരിക്കും എന്തിനാണ് സീബ്ര ക്രോസിംഗ്? അവിടെ എത്തുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരൂ. സീബ്ര ക്രോസിംഗ് അതൊരു എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയാത്ത ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷെ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് നിയമം അറിയാത്തവരല്ല, വളരെ ചുരുക്കമേ ഉള്ളൂ നിയമം അറിയാത്തവർ കേട്ടോ. കുറച്ച് പേരുണ്ട്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ നിയമം കൃത്യമായിട്ട് അറിയാത്തതുള്ളൂ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം സീബ്ര ക്രോസിംഗ് എന്താണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും, കേരളത്തിൽ ആർക്കും സീബ്ര ക്രോസിംഗ് എന്തിനാണെന്നുള്ള അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. സീബ്ര ക്രോസിംഗ് എന്തായാലും ചോദിച്ചുകൊണ്ട് പറയാം. സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രം അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് സീബ്ര ക്രോസിംഗ്. ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു പെഡസ്ട്രിയന് സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന, ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് സീബ്ര ക്രോസിംഗ്. ഇപ്പം ഏത് ഡ്രൈവർ എന്ന് പറഞ്ഞാലും എപ്പോഴും വണ്ടിക്കകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് റോഡിലിറങ്ങി അയാൾക്കും റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും, അല്ലേ? റോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ആസ് എ പെഡസ്ട്രിയൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സീബ്ര ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൾച്ചേർഡ് ഡ്രൈവർ ആണെങ്കിൽ അത് നിർത്തി കൊടുക്കണം എന്നുള്ളതാണ്, അവർക്ക് കടന്നു പോകാൻ. ഇവിടെ ഇപ്പം നമ്മളുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടേതല്ല, ഇന്ത്യയിൽ ഒട്ടു പല ഭാഗത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടു കഴിഞ്ഞ്, ഇപ്പം ഞാനൊരു നല്ല ഡ്രൈവറാണ്, ഞാൻ അവിടെ എത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചില്ല, പെഡസ്ട്രിയനെ ക്രോസ് ചെയ്യിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി കൊടുത്തു. ഇയാളുടെ അടുത്ത് ഞാൻ പറയാണ് കടന്നു പൊക്കോളൂ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മൾ സ്ഥിരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പുറകിൽ കൂടെ ഒരു വണ്ടി വരുന്നു, എൻ്റെ വണ്ടി നിർത്തിയിരിക്കുന്ന കാണുന്നുണ്ട്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്ന് അവർക്ക് മാർക്കിംഗ് കാണുന്നുണ്ട്. പക്ഷെ ഇവർ എന്ത് ചെയ്യും? എന്തിനു നിർത്തിയിരിക്കുന്നു എന്നുള്ള അവർ നോക്കില്ല, അവർ കടക്കും, അവർക്ക് പോകാന്നുള്ളതേ അവർക്കുള്ളൂ. അവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്നോ അവിടെ നിർത്തേണ്ട മര്യാദ ഉണ്ടെന്നോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇവർ നിർത്തിയെന്നോ ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഇവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, കുറച്ച് പേരുണ്ട്. അവർ ക്രോസ് ചെയ്ത് വരും. അതിൻ്റെ ഫലം എന്താണ്? ഞാൻ മര്യാദയ്ക്ക് ഇവരെ കടത്താൻ പറഞ്ഞ ആ സമയത്ത് ഇവർ കടക്കുന്നുണ്ട്. അതിൻ്റെ എന്നു പറയുന്ന ഒരു വലിയ എന്താ പറയുക, ഡിസാസ്ട്രസ് സിറ്റുവേഷൻ ആയിപ്പോവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടാൽ നിർബന്ധമായിട്ടും നമ്മൾ
ഒന്ന് സ്ലോ ചെയ്യുക. അവർക്ക് സ്ലോ ചെയ്യുക മാത്രമല്ല, നിർത്തി കൊടുക്കുക. അവിടെ ആൾ നിപ്പുണ്ടെങ്കിൽ അവരെ കടത്തി വിടുക. ഒരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, പെഡസ്ട്രിയൻ ക്രോസിന് ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഉണ്ടാവാം അവിടെ ഫ്രണ്ട്. കാര്യം ഇവർക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ലല്ലോ, ഫ്രണ്ടിൽ ആൾ നിപ്പുണ്ടോന്നുള്ള പുറകെ വരുന്ന വണ്ടിക്കാർക്ക് വിസിബിൾ അല്ല. അപ്പം ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് മാത്രം പോകാം. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിയതും ആകാം നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ബട്ട് സ്റ്റിൽ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് സ്ലോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആരും ഇല്ലെങ്കിൽ പോലും ഒന്ന് സ്ലോ ചെയ്യുക. ആൾക്കാർ നിപ്പുണ്ടെങ്കിൽ നിർത്തി നമ്മൾ ശ്രദ്ധിച്ചോളാം. പറയുന്ന വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്യിക്കുക. കുറച്ച് കാര്യങ്ങൾ അത് എനിക്കൊന്ന് വലിയ താമസം കൂടാതൊക്കെ നേരെയാവും. നമ്മളിപ്പം മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് തന്നെയാണ്. ഏത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്? ഈ അപകടത്തിൽ പെടുന്നത് ഏത് പ്രായക്കാരാണ്? പ്രശ്നക്കാർ ഏത് പ്രായക്കാരാണ്? പ്രശ്നക്കാരെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഏറ്റവും കൂടുതൽ അപകടത്തിന് ഇരയാവുന്നത്, ഡെത്തിലോട്ട് പോകുന്നതും ഇതുമെല്ലാം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 17-നും ഒരു 28-29 വയസ്സിനും ഇടയ്ക്കുള്ള യങ്സ്റ്റേഴ്സാണ്. അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രായമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ചിൽ മോഡാണ്. ഇടയ്ക്ക് ഞാൻ ഒരു 2 വീലറിൻ്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആക്സിഡൻറ്റിൽ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻജോയ് ലൈഫ് എൻജോയ് ചെയ്യണം. പക്ഷേ എന്താ പറയുക, അവരുടെ ഒരു മോഡ് അങ്ങനെയാണ്. പക്ഷെ അതല്ല, അവരെ കാത്തിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട്, പേരൻസ് ഉണ്ട്. അവർ പഠിച്ച് ഉയർന്നു വന്ന് രാജ്യത്തിന് ഇനി മുന്നോട്ട് നയിക്കേണ്ട കുട്ടികളാണ്. ഇപ്പൊ കുറെ കാലം കഴിയുമ്പോൾ നമ്മളും ബാക്കി എല്ലാവരും ഒക്കെ അങ്ങ് പോവും. ഇനി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവരുടെ ഫാമിലി, സൊസൈറ്റി, ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരാണ്. അവര് അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ, അവരുടെ ലൈഫിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ, അതിൽ ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ തന്നെ പറയാനുള്ളൂ. നമ്മുടെ അഡൾട്ട്സിൻ്റെ, നമ്മുടെ ആസ് പേരൻസ്, ആസ് ടീച്ചേഴ്സ്, ആസ് ഗൈഡിങ് ഹൂവർ, നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു ഇതാണ്. അവർക്ക് വേണ്ട, അവരുടെ ലക്ഷ്യം എന്താണ്, ഒരു ബോധം കൊടുക്കാതെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇപ്പോഴത്തെ പാരൻസ് കുട്ടികൾക്ക് ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ വണ്ടി കൊടുക്കുന്ന ഒരു ശീലം, ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവർ നേരിടുന്ന പ്രത്യാഘാതങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ പിടിക്കുന്ന സമയത്ത് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ആക്ച്വലി അണ്ടർ ഏജ്ഡ് കുട്ടികൾക്ക് വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് കൂടുതലും വരുന്ന പാരൻസിനാണ്. അതായത് പേരൻസിന് ജയിൽവാസം ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 25,000 രൂപയാണ് അതിൻ്റെ ഫൈൻ വരുന്നത്. പ്ലസ് ഈ വണ്ടിയുടെ RC ക്യാൻസൽ, വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത്, ഈ കുട്ടിക്ക് പിന്നെ 25 വയസ്സ് കഴിഞ്ഞിട്ടേ അടുത്ത ലൈസൻസ് എടുക്കാനുള്ള പെർമിഷൻ വരുള്ളൂ. അപ്പം കർശനമായിട്ടുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും ഇത് പലർക്കും അറിയില്ല, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത്. ഒരുപാട് സ്ഥലത്ത് അത് ഒരുപാട് ആക്ഷൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എടുത്തിട്ട് വളരെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം പാരൻസിൻ്റെ ഉത്തരവാദിത്തം കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, ഒരു സിവിക് സെൻസ് ഉള്ളവരായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അവർ മാത്രമല്ല, സമൂഹത്തിനോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക. നിയമം അനുസരിക്കുന്ന കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അതിന് ആദ്യം പേരൻസ് അങ്ങനെയുള്ളവരായിരിക്കണം. പേരൻസ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മടുക്കനാണ് അവൻ, എത്ര വയസ്സിലേ അവൻ അത് വണ്ടി ഓടിക്കുന്നത്, ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഈവൻ നമ്മുടെ ഇവിടെ വോട്ടവകാശം പോലും 18 വയസ്സാണ്. കല്യാണം കഴിക്കണതിനും അതെ, 18 കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് 21 വയസ്സാണ്. അപ്പം ആ ഒരു, അതുപോലും കറക്റ്റായിട്ടുള്ളൊരു ഏജ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ഏജ് പോലും ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സമയത്തൊക്കെയാണ് അവരുടെ ബ്രെയിൻ ഒരു പക്വമായിട്ട് ചിന്തിക്കാനുള്ള പരുവമാകുമെന്നുള്ളൊരു ധാരണയിൽ. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കതും പറയാൻ നിവൃത്തിയില്ല. കാര്യം ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്താണ് കെയർലെസ് ആയിട്ട്, റാഷായിട്ട്, അവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല ഒരു കാര്യം, ബാക്കിയുള്ളവരുടെ ജീവനും വിലയില്ല. അപ്പോൾ അത് നമ്മുടെ ഭാഗം, നമ്മുടെ
മിസ്റ്റേക്ക് എന്ന് തന്നെ എനിക്ക് കരുതാൻ പറ്റുള്ളൂ. ഇനി 18 വയസ്സ് കഴിഞ്ഞു, അവർക്ക് ലൈസൻസ് ഇല്ല, അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുക? ലൈസൻസ് ഇല്ലാതെ ആർക്കും വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല, അനുവാദമില്ല. ലൈസൻസ്, എനിക്ക് കാറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കാർ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടി ഓടിക്കാനുള്ളതാവില്ല. ഓരോ ക്ലാസ്സിനും നമ്മൾ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് ഉണ്ടായിരിക്കണം. ആ പർട്ടിക്കുലർ ക്ലാസ് ഓടിക്കാൻ നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഇൻഷുറൻസ് പരിഗണനയോ ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കില്ല, നമുക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആർക്കാണെങ്കിലും. അപ്പം ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ ഒരു വിധി വന്നു, അറൗണ്ട് 1.2 crores എങ്ങാണ്ടോ കൊടുക്കേണ്ടി വന്നു അപകടം പറ്റിയ ആൾക്ക്. അപ്പം എവിടെ നിന്ന് കൊടുക്കും? നമ്മൾ അതിനാണല്ലോ ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മളുടെ ഭാഗത്തുനിന്ന് വരാതെ ആ കമ്പനി ആയിരിക്കും അത് മീറ്റ് ചെയ്യുക, എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. പക്ഷെ അത് യാതൊന്നും കാണില്ല. ഇവർ കുടുംബം വിറ്റാൽ പോലും ഇത്രയും പൈസ എവിടെ നിന്ന് സാധാരണക്കാരനുണ്ടാക്കും? ബുദ്ധിമുട്ടാണ്. അപ്പം ലൈസൻസ് നിർബന്ധമായിട്ടും ഇല്ലാതെ വണ്ടി റോഡിലിറക്കാൻ പറ്റില്ല, ആർക്കും പെർമിഷൻ ഇല്ല. ഉണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ലൈസൻസ് ഉണ്ട് എനിക്ക്, റിന്യൂ ചെയ്തില്ല, അപ്പോഴും ഇത് തന്നെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ മാം, ഇപ്പോൾ ലൈസൻസ് വേണ്ട, അതുപോലെ തന്നെ ഹെൽമെറ്റ് വേണ്ട, പ്രായം 18 വയസ്സാവണ്ട, നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഗുഡൻസ്? അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ? അങ്ങനെ ലൈസൻസ് വേണ്ടാത്ത, ഹെൽമെറ്റ് വേണ്ടാത്ത, പ്രായം 18 ആവുന്നതിന് മുന്നേ ഓടിക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടോ? ഉണ്ട്, വണ്ടികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് 0.25 kilowatt താഴെ ഉള്ള വണ്ടികളായിരിക്കും. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 kilometer വേഗതയായിരിക്കും അതിൻ്റെ മാക്സിമം വേഗത പോകാൻ അനുവദിച്ചിട്ടുള്ളത്. വണ്ടിക്ക് അങ്ങനെ പാടുള്ളൂ, 25 kilometer വേഗതയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ വണ്ടിയുടെ ബാറ്ററിയാണ് അതിൽ ഏറ്റവും ഹെവി പാർട്ടെന്ന് പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് 60 കിലോയ്ക്ക് മുകളിലോട്ട് പോകാനും പാടില്ല, വെയിറ്റ് പാടില്ല. അപ്പം ഇത്രയും ഇങ്ങനെ വരുന്ന വണ്ടികൾക്ക് ഇത് എക്സംപ്റ്റഡ് ആണ്. ഹെൽമെറ്റ് വെക്കണം, ടൂ വീലർ ഈവൻ രജിസ്ട്രേഷൻ വേണ്ടാത്തപ്പോൾ അതൊരു മോട്ടോർ വെഹിക്കിൾ ആവുമോ എന്ന് ചോദിച്ചാൽ മോട്ടോർ വെഹിക്കിൾ പരിധിയിൽ പെടുന്നതല്ല. ബട്ട് നമ്മുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. സൈക്കിൾ ഓടിക്കുമ്പോൾ പോലും വെക്കണം. വിദേശങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്ക്. നമ്മളെ വിദേശങ്ങളിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം ഫോളോ ചെയ്യും, പക്ഷെ നല്ല കാര്യങ്ങളൊന്നും എടുക്കില്ല. പ്രത്യേകിച്ച് ട്രാഫിക് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അതെ. അതന്നെ ലെയിൻ ഡ്രൈവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഇവിടെ വലിയ പാടാണ്. ഇത്തിരി ആരെങ്കിലും ഫ്രണ്ടിൽ കുറച്ച് വണ്ടികൾ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ കയറി ഫ്രണ്ടിൽ പോകാമെന്നാണ് നോക്കുക. പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് കാർ എല്ലാവരും മിടുക്കന്മാരാ. ഏറ്റവും ടൂ വീലേഴ്സ് തന്നെയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും എതിരെ ഒരു വണ്ടി വരുന്നത്. അവർക്ക് ഇങ്ങോട്ട് പോകാനും പറ്റൂല, നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ട്രാഫിക് അവിടെ അങ്ങ് സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ്. എന്തിനാ ഇതിൻ്റെ ആവശ്യം? നമ്മളെപ്പോലെ തന്നെ അവരും വളരെ തിരക്കിലായിരിക്കും, അത്യാവശ്യമായിട്ട് പോകേണ്ടവരായിരിക്കും. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഡ്രൈവറുടെ ആവശ്യം. ഇപ്പോൾ വണ്ടിയായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ എല്ലാ പേപ്പേഴ്സും RC, ലൈസൻസ്, അല്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ എല്ലാ വണ്ടിയിലും അതൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ഇല്ല എങ്കിൽ പോലീസോ MVD പിടിക്കുകയാണെങ്കിൽ ഫൈൻ വരാൻ ചാൻസ് ഉണ്ടോ? ഇതെല്ലാം കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് വച്ചാൽ മതിയാവും. അതായത് ഡിജി ലോക്കറിലോ അല്ലെങ്കിൽ പരിവാഹനോ നിങ്ങളുടെ ലൈസൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ഒന്ന് പരിശോധന വരികയാണെങ്കിൽ പോലും അത് കാണിച്ചാൽ മതിയാവും. നമുക്ക് തന്നെ അത് പരിശോധിച്ച് കണ്ടെത്താനുള്ള ജെന്യുവൻ ആണോ എന്ന് അറിയാവുന്ന പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത് വലിയൊരു പ്രശ്നമല്ല. പക്ഷേ എന്നാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ ഹാർഡ് കോപ്പി കൂടെ വയ്ക്കണമെന്നൊരു ക്ലോസ് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അതിൽ വയ്ക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് ഇത് ഇൻഷുറൻസിൻ്റെ, പ്രത്യേകിച്ചും ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇൻഷുറൻസിൻ്റെ ചിലതൊന്നും അപ്ഡേറ്റ് ആവാറില്ല സൈറ്റിൽ. അപ്പോൾ അത് കമ്പനിക്കാരെ കൊണ്ട് നിർബന്ധമായി അത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഒരു കോപ്പി വെക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. വെക്കണം എന്ന് നിർബന്ധമില്ല, ഇരിക്കുന്നത് നല്ലതാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ അപ്പോഴത്തെ നെറ്റ്വർക്ക് ഇത് കറക്റ്റായില്ല, മേ ബി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്കും കിട്ടാറില്ല ചില സമയം, അപ്പോൾ അത് കാണിച്ചു കൊടുക്കാമല്ലോ. നമുക്ക് അതിന് വേറെ
ഫൈൻ കൊടുക്കേണ്ട കാര്യം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും ഒരു ചെറിയ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കയറി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം റിസ്ക് ആണ്? നിയമം തന്നെ അതിനെ എന്താണ് ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ് ആക്ച്വലി. അത് ഇപ്പോഴും മാത്രമല്ല, മുമ്പ് നമ്മുടെ റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞായിരുന്നു മുമ്പ് നമ്മുടെ എന്താ പറയുക ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അതിലും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 വന്ന പുതിയ ലേറ്റസ്റ്റ് ഇതാണ്. അതിലും ഇത് പറയുന്നുണ്ട്, ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, ബട്ട് ഒരു സമയത്ത് മാത്രം നമുക്ക് കയറിപ്പോവാം. അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി വലത്തേക്ക് തിരിയാനായിട്ട് റോഡിൻ്റെ മിഡിലോട്ട് കയറുന്ന സമയത്ത് ഇടതുവശത്തൂടെ നമുക്ക് പാസ് ചെയ്യാനുള്ള പെർമിഷൻ, അതർവൈസ് നമുക്കില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എതിരെ ഒരു വണ്ടി വരുമ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്നു, എൻ്റെ എതിരെ ഒരു വണ്ടി വരുന്നു, ആ വണ്ടി വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് എൻ്റെ വണ്ടിയുടെ അടുത്തോട്ടാണ് വരുന്നതെന്ന് കണ്ടാൽ ഞാൻ ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കും എന്ന് ലെഫ്റ്റിലോട്ടേ ഞാൻ ഒതുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അടുത്തുകൂടെ കയറി വരുന്ന ആളുടെ കാര്യത്തിനൊരു തീരുമാനമാവുമല്ലോ, ഇല്ലേ? അപ്പം അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് നമുക്ക് പറഞ്ഞിട്ടേ ഇല്ല, നേരത്തെ പറഞ്ഞൊരു അവസരത്തിലാണ്. പിന്നെ ഉണ്ട് മൾട്ടിപ്പിൾ ലെയിൻ ഉള്ളിടത്ത് പോവാം. അതെ അതെ. ഓക്കെ. ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ 1-2 മാസം നമ്മൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നു, വണ്ടി പഠിക്കുന്നു, 2 വീലറോ 4 വീലറോ പഠിക്കുന്നു, ലൈസൻസ് കിട്ടുന്നു. ലൈസൻസ് കിട്ടിയ പാടെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ്. അതിപ്പോൾ 2 വീലർ ആവട്ടെ 4 വീലർ ആവട്ടെ, അത് എത്രത്തോളം സേഫ് ആണ്? ലൈസൻസ് കിട്ടിയ ഉടനെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നത് അത് അപകടങ്ങൾ ഉണ്ടാക്കില്ല? പലപ്പോഴും നമ്മളിങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് അത്ര പരിചിതമല്ലാത്ത, അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതെന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം ലേണേഴ്സാണ് എടുക്കുന്നത്, അറിയാമല്ലോ. ലേണേഴ്സ് എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1 മാസം നിർബന്ധമായും കഴിഞ്ഞാൽ മാത്രമേ ടെസ്റ്റ് ഡേറ്റ് കിട്ടുള്ളൂ, ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? ആ 1 മാസം ആ കുട്ടി ഈ വണ്ടിയിൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇയാൾക്ക് ടെസ്റ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. ടെസ്റ്റിൽ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ എല്ലാം ആ കുട്ടി വിജയകരമായി പൂർത്തിയാക്കിയാൽ അയാൾക്ക് ലൈസൻസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അയാൾ പ്രാക്ടീസ് ചെയ്തു, അയാൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, അയാളൊരു ഡ്രൈവറായി എന്നുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം നല്ല എക്സ്പേർട്ടായിട്ട് മാത്രമായിരിക്കും ടെസ്റ്റിന് വരിക, അല്ലെങ്കിൽ പാസ്സാവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഒരുവിധമെങ്കിലും അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് റോഡിൽ പ്രാക്ടീസ് ചെയ്യാതെ വേറൊരിടത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറേ കാലം ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും ആദ്യത്തെ കുറേ കാലം, ഞാൻ എൻ്റെ വണ്ടിയിലൊക്കെ കുറേ കാലം എൽബോർഡ് വെച്ചിരുന്നു കേട്ടോ, ഈവൻ ലൈസൻസ് എടുത്തിട്ട് പോലും. കാര്യം എന്ന് പറഞ്ഞാൽ എൽബോർഡ് വയ്ക്കുന്നതിൻ്റെ ഞാൻ ഇതിൻ്റെ ഒന്ന് ഡിവൈറ്റ് ചെയ്ത് പറയുകയാണ്. ലേണേഴ്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എൽബോർഡ് വെച്ചിരിക്കുന്ന. ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റ് വണ്ടിക്കാർക്കും അറിയാൻ പറ്റും ഈ ഓടിക്കുന്ന ആള് ഈസ് നോട്ട് ആൻ എക്സ്പെർട്ട് ഡ്രൈവർ. അപ്പം അയാളെ കൂടെ കെയർ ചെയ്ത് പോകാൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ പലർക്കും എല്ല് വയ്ക്കാൻ ഭയങ്കര മടിയാണ്, നാണക്കേടല്ലേ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ എല്ല് വെച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഒരു ന്യൂ ഡ്രൈവറാണ് എന്നുള്ളത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും എക്സ്പേർട്ടായി കുറേ ദിവസം ഓടിച്ചു കഴിയുമ്പോൾ അതൊക്കെ ഭയങ്കര കെയർഫുള്ളായിരിക്കും. അത് കഴിഞ്ഞ് വേറെ ആക്സിഡൻസ് ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വരുമ്പോഴാണ് അവൻ്റെ ആക്ച്വൽ മോഡിലോട്ട് അവൻ കയറുന്നത്, അവൻ്റെ എന്താ പറയുക, അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ ഡ്രൈവിംഗ് അറിയാത്ത കൊണ്ടല്ല, പക്ഷെ റോഡ് സിറ്റുവേഷൻസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ റെഗുലർലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണെങ്കിൽ പോലും ഓരോ ദിവസവും ആ റോഡിൻ്റെ സിറ്റുവേഷൻ വേറെയാണ്. റോഡ് അത് തന്നെയാണ്, ട്രാഫിക് സിറ്റുവേഷൻസ് മാറും. അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങളെല്ലാം എപ്പോഴും വേണോ സംഭവിക്കാം, ഏത് ദിവസവും. അപ്പോൾ ആ ഓരോ സിറ്റുവേഷനും നമ്മൾ ഓരോ ദിവസവും പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് വരെ ഡ്രൈവ് ചെയ്യണോ ആ ഡ്രൈവ് ചെയ്യുന്ന അന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ സിറ്റുവേഷൻസ് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓവർ കോൺഫിഡൻറ്റ് വരുമ്പോഴാണ് ഈ കുട്ടികൾ ഇപ്പോൾ മോന് തോന്നിയതുപോലെ അവർ എന്താ പറയുക കറക്റ്റായിട്ടല്ല അവർ ചെയ്യുന്നത് എന്ന് തോന്നുന്ന
പ്രശ്നം അവിടെയാണ്. അവൻ ഞാൻ മിടുക്കനാണ് എന്നൊരു സ്വയം ലേബലിംഗ് അവൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് കയറി വരാൻ പറ്റില്ല. ഓക്കെ.